അൺറാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസിൽ ഒരു ഷുവർ ക്വസ്റ്റ്യനും ആൻഡ് എപ്പോഴും എൻ്റെ മക്കൾക്ക് കൺഫ്യൂഷൻ ഉള്ളൊരു ഭാഗവും പക്ഷേ ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മളുടെ ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗ്ഗസങ്കരണം നമ്മുടെ മെൻ്റൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങൾ. അപ്പോൾ ആ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്, അതെന്താണ് വരിക എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു എക്സ്പെരിമെൻ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മെൻ്റൽ ചെയ്ത കാര്യം എന്താണ്? ഒരു ടോൾ അല്ലേ, ഉയരം കൂടിയ ചെടി എന്ത് ചെയ്തു? ഒരു ഉയരം കുറഞ്ഞ ചെടി, അതാണ് ഡ്വാഫ്, ഉയരം കുറഞ്ഞത്. അപ്പോൾ ഉയരം കൂടിയ ചെടീനെ എന്ത് ചെയ്തു? ഒരു ഉയരം കുറഞ്ഞ ചെടിയുമായിട്ട് മെൻ്റൽ ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മൾ സാധാരണ ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഉയരം കൂടുതലിനെ 2 ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. എവിടുന്നാണ് ഈ ടി വന്നത്? അത് ടോൾനെസ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഉയരക്കുറവിനെ നമ്മൾ സ്മോൾ ടി വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യും. മിസ് എന്തിനാണ് 2 ടി എഴുതിയത്? അതായത് സാധാരണ ഒരു ജീനിന് 2 തരം ഫോംസ് ഉണ്ടാവും, 2 ഡിഫറെൻറ്റ് ഫോംസ് ഉണ്ടാവും. ഓക്കെ, ഒരു ജീനിന് എന്താണ്? 1 ജീൻ ഹാസ് 2 ഡിഫറെൻറ്റ് ഫോംസ്. ആ 2 ഡിഫറെൻറ്റ് ഫോംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എല്ലീൽസ് എന്ന് പറയുന്നത്. എല്ലീൽസ്, ഒരു ജീനിന് 2 തരങ്ങളുണ്ട്, അതാണ് എല്ലീലുകൾ. ചിലപ്പോൾ 2 അലീലുകളും ഒരേ തരത്തിലാകാം, അതല്ലെങ്കിൽ 2 അലീലുകളും എന്താകാം? ഡിഫറെൻ്റ് ആകാം. ഇതിപ്പോൾ ഒരേ തരത്തിലുള്ള അലീലുകളുള്ള 2 ജീൻസാണ്. ഇങ്ങനെയുള്ള 2 ചെടികളെയാണ് നമ്മളുടെ മെൻ്റൽ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഇത് ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുക എന്ന് പറയുമ്പം ഇതിൻ്റെ പൊളൻ ഗ്രെയിൻസ് ഇതിൻ്റെ മുകളിലേക്ക് വീഴണം. നമ്മളിങ്ങനെ പരാഗണം നടത്തുക എന്നൊക്കെ പറയില്ലേ, ആ സംഭവം അത് നമ്മളായിട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്യാമേറ്റുകൾ ഏതൊക്കെയായിരിക്കും? നമുക്കറിയാം ഗ്യാമേറ്റുകൾ എന്ന് പറയുമ്പോൾ പകുതിയേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത് ക്യാപിറ്റൽ ടി ഉണ്ടാകും, ഇതിനും ക്യാപിറ്റൽ ടി. ഇത് നേർ പകുതിയായിട്ട് വേർപിരിയും. ഇത് സ്മോൾ ടി, ഇതും സ്മോൾ ടി. ഇങ്ങനെയാണ് ശരിക്കും വേർപിരിയുക. പക്ഷേ ഇത് 2 സെയിം സാധനം ആയതുകൊണ്ട് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? 2 സെയിം സാധനം ആയതുകൊണ്ട് 2 തവണ എഴുതിയിട്ടില്ല, പകരം എന്ത് കാണിച്ചു? ഒരു തവണയാണ് ഗ്യാമേറ്റുകൾ എന്ന് പറഞ്ഞ് കാണിച്ചത്. 2 സെയിം ആയതുകൊണ്ടാണ് എന്ത് കാണിച്ചത്? ഇങ്ങനെ കാണിച്ചത്. സോ ഇത് 2 നമ്മുടെ പാരൻസ് ആണ്. ഇതെന്താണ്? നമ്മുടെ പാരൻസ് ആണ്, മാതാപിതാക്കളാണ്. ഒന്ന് അച്ഛൻ, ഒന്ന് അമ്മ. ഇത് അവരുടെ ഗ്യാമേറ്റ്സ് ആണ്, ലിംഗകോശങ്ങളാണ്. ഇതവരുടെ ലിംഗകോശങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ മെൻ്റൽ ഹൈബ്രിഡൈസേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അപ്പം മെൻ്റൽ ഇതിനെ ഇങ്ങനെ ഹൈബ്രിഡൈസേഷനൊക്കെ നടത്തി കഴിഞ്ഞപ്പം മെൻ്റലിന് കിട്ടിയത് എന്താണ്? നമ്മൾ പറഞ്ഞു ഇത് 2 ക്യാപിറ്റൽ ടി ആണ്, ഇത് 2 സ്മോൾ ടി ആണ്. ഇതിൻ്റെ ഗ്യാമേറ്റ് ക്യാപിറ്റൽ ടി എന്നും ഇതിൻ്റെ ഗ്യാമേറ്റ് സ്മോൾ ടി എന്നുമാണ്. ഓക്കെ, അപ്പം മെൻ്റലിന് കിട്ടിയത് ഇങ്ങനെയായിരുന്നു. എല്ലാം തന്നെ ടോൾ പ്ലാന്റ്സ് ആണ് കിട്ടിയത്. എല്ലാവരും എന്താണ്? ഉയരം കൂടിയ ചെടിയായിരുന്നു, ഉയരം കൂടിയ ചെടി. അപ്പം മെൻ്റൽ വിചാരിച്ചു അതെന്താണ് അങ്ങനെ? ഞാനൊരു ഉയരം കൂടുതലും എടുത്തു, ഒരു ഉയരം കുറവും എടുത്തു, ഒരു ടോളും ഒരു ഡ്വാഫും എടുത്തിട്ട് എന്തുകൊണ്ടാണ് എല്ലാവരും ടോളായത്? മെൻ്റലിന് ഒരു പിടുത്തവും കിട്ടിയില്ല. ഓക്കെ, അപ്പം മെൻ്റൽ എന്ത് ചെയ്തു? ഇതൊന്ന് ഹൈബ്രിഡൈസേഷൻ നടത്തി നോക്കി. അതായത് നമ്മൾ പറഞ്ഞു ഒരു ടോൾ പ്ലാന്റും ഒരു ഡ്വാഫ് പ്ലാന്റുമാണ് മെൻ്റൽ എടുത്തത്. ഓക്കെ, ഇതിൻ്റെ ഗ്യാമേറ്റ് സ്മോൾ ക്യാപിറ്റൽ ടി, ഇതിൻ്റെ ഗ്യാമേറ്റ് സ്മോൾ ടി. ഇത് 2 കൂടി ചേരുമ്പോൾ നോക്കിക്കേ മക്കളെ, ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ക്യാപിറ്റൽ ടിയും ഉണ്ട്, ഒരു സ്മോൾ ടിയും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് 2 ഡിഫറെൻ്റ് അലീലുകൾ കാണാം അല്ലേ? പക്ഷേ പുറത്തേക്ക് കണ്ടത് എല്ലാം ടോളായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്തുണ്ട്? ഡ്വാഫ് അല്ലെങ്കിൽ ഉയരക്കുറവുണ്ട്, പക്ഷേ പുറത്തേക്ക് കണ്ടത് എല്ലാം ഉയര കൂടുതലായിട്ടാണ്. അപ്പം മെൻ്റൽ പറഞ്ഞു ഇങ്ങനെ 2 ഡിഫറെൻ്റ് അലീലുകൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു അലീലിൻ്റെ ക്യാരക്ടർ മാത്രമാണ് പുറത്തേക്ക് കാണുക. നമുക്കറിയാം ഇത് ഉയര കൂടുതലിൻ്റെ അലീലാണ്, ഇത് ഉയരക്കുറവ് അല്ലെങ്കിൽ ഡ്വാഫിൻ്റെ അലീലാണ്. അങ്ങനെ 2 ഡിഫറെൻ്റ് അലീലുകൾ ഒരുമിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? പുറത്തേക്ക് പ്രകടമാകുന്നത് അല്ലെങ്കിൽ പുറത്തേക്ക് എക്സ്പ്രസ്ഡ് ആവുന്നത്. ഓക്കെ, ഇവിടെ എക്സ്പ്രസ്ഡ് ആയത് ടോൾ എന്ന് പറയുന്ന അലീലാണ്. അപ്പോൾ മെൻ്റൽ വിളിച്ചു ഈ എക്സ്പ്രസ് ആയ അല്ലെങ്കിൽ ഇത് എക്സ്പ്രസ്ഡ് ആയ അലീലാണ്, എക്സ്പ്രസ്ഡ് ക്യാരക്ടർ. എക്സ്പ്രസ് ആയ അല്ലെങ്കിൽ പ്രകടമായ ഈ ഒരു ക്യാരക്ടറിനെ മെൻ്റൽ എന്ത് വിളിച്ചു? ഡോമിനൻ്റ് ക്യാരക്ടർ അല്ലെങ്കിൽ പ്രകട ഗുണം എന്ന് വിളിച്ചു. ഓക്കെ, സോ ടോൾനെസ് എന്ന് പറയുന്നത് ഡോമിനൻ്റ് ആണ്.
ഡോമിനൻ്റ് ക്യാരക്ടർ, അല്ലെങ്കിൽ ഇത് പ്രകട ഗുണമാണ്. അപ്പം മറ്റേതിന് എന്താ സംഭവിച്ചത്? ഒരു ക്യാരക്ടർ മുന്നിൽ നിന്നപ്പം മറ്റേത് മാസ്കായി, ഹൈഡായിപ്പോയി. അങ്ങനെ ഹൈഡായ ക്യാരക്ടറാണ് ഡ്വാഫ്. ഇതിനെ നമ്മൾ വിളിച്ചു റെസസീവ് ട്രെയ്റ്റ് അല്ലെങ്കിൽ ഗുപ്ത ഗുണം എന്ന് വിളിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ഗുണം മാത്രമാണ് പുറത്ത് കണ്ടത് നമുക്ക് മനസ്സിലായി. നമ്മളത് ഇങ്ങനെ എഴുതി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇവരുടെ ഗ്യാമേറ്റ് ഇതും ഇതിൻ്റെ ഗ്യാമേറ്റ് ഇതും, ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ നമുക്ക് ഒന്നാം തലമുറ എന്ത് കിട്ടി? ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ് കിട്ടിയത്. അതായത് എല്ലാവരും തന്നെ എന്തായിരുന്നു? ടോളായിരുന്നു, ഉയരം കൂടുതലായിരുന്നു. ഇതാണ് നമ്മളുടെ ഒന്നാം തലമുറ, F1 ജനറേഷൻ. ഓക്കെ, അപ്പം മെൻ്റൽ വിചാരിച്ചു എന്താണ്, എവിടെ പോയി എൻ്റെ ആ ഒരു ഡ്വാഫ് എന്ന് പറയുന്ന ക്യാരക്ടർ എവിടെ പോയി? മെൻ്റലിനാകെ സങ്കടമായി, എനിക്കതിനെ കാണണം എന്ന് പറഞ്ഞാൽ മെൻ്റലിന് ഭയങ്കര സങ്കടം. അപ്പം മെൻ്റൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒന്നാം തലമുറയിലെ ഈ ഒരു ടോളില്ലേ, ഇവരെല്ലാവരും എന്താണ്? ഇങ്ങനെയാണ്, ഇവരെല്ലാവരും ടോളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, മിസ് ഈ 4 എണ്ണം ഇപ്പോൾ എവിടുന്ന് വന്നു? ഈ 4 എണ്ണം വന്ന വഴി കൂടി മിസ് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഇതല്ലേ മക്കളെ നമ്മുടെ പാരൻസ്. ഓക്കെ, ഇതിൻ്റെ അല്ലീലുകൾ മിസ് പറഞ്ഞില്ലേ, ഇങ്ങനെ രണ്ടായിട്ട് വേർപിരിയും. രണ്ടും സെയിം ആയതുകൊണ്ട് ഒരു തവണ കാണിച്ചു എന്ന് മാത്രം. ഇങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻസ് നോക്കിയാലോ. ഇവരുടെ കോമ്പിനേഷൻസ് ഇതും ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി ഇതും ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇനി അടുത്ത ആളെടുക്കാം. ഇതും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇതും ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇങ്ങനെയാണ് 4 എണ്ണം വന്നത്. ഓക്കെ, രണ്ടും സെയിം ആയതുകൊണ്ട് നമ്മൾ ഒരു തവണ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ 1 എന്ന് എഴുതിയത്. ശരിക്കും ഇങ്ങനെ 4 എണ്ണം വരാനുള്ള കാരണം ശരിക്കും ഇങ്ങനെയാണ് വേർപിരിയുന്നത്. ഓക്കെ, പക്ഷേ എല്ലാവരും തന്നെ എന്താണ്, നമ്മളുടെ F1 ജനറേഷൻ എന്ന് പറയുന്നത് ടോളാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ മെൻ്റൽ വിചാരിച്ചു, എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാം, ഈ ഒരു നമ്മളുടെ F1 ജനറേഷനിലുള്ള ഒരു പാരൻറ്റിനെ എടുക്കാം, എന്നിട്ട് അതിൻ്റെ പോളൻ ഗ്രെയിൻസ് അല്ലെ അതിൻ്റെ ഗ്യാമേറ്റ്സ് അതിൻ്റെ മുകളിൽ തന്നെ ഇടാം. ഓക്കെ, അതിൻ്റെ പോളൻ ഗ്രെയിൻസ് അതിൻ്റെ സ്റ്റിഗ്മയുടെ മുകളിൽ, ആ ഫീമെയിൽ പ്ലാന്റിൻ്റെ മുകളിൽ തന്നെ ഇടാം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഇടാം എന്ന് കരുതി. അങ്ങനെ മെൻ്റൽ എന്ത് ചെയ്തു, നമ്മളുടെ ഈ കിട്ടിയ ഒന്നാം തലമുറേനെ, അതായത് നിങ്ങളെങ്ങനെയാണെന്ന് അറിയിക്കുക, ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ഉണ്ടായി, ആ കുട്ടികളെ വെച്ച് തന്നെ ഒരു അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ? ചിന്തിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മെൻ്റൽ അങ്ങനെയാണ് ചെയ്തത്. ഈ കുട്ടീനെ തന്നെ ഫാദറും മദറും ആക്കി കൺസിഡർ ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ പോളൻ ഗ്രെയിൻസ് അതിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുപോയി ഇട്ടുകൊടുത്തു. അതായത് ഇതാണ് നമ്മളുടെ പാരൻസ്, ഇതാണ് പാരൻസ്. അപ്പം നേരത്തെ പാരൻറ്റിൽ നിന്ന് ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും സെയിം അലീലുകളാണ്, ഇത് രണ്ടും ഡിഫറെൻ്റ് അലീലുകളാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ഗ്യാമേറ്റ് എഴുതുമ്പം രണ്ടും ഈക്വലായിട്ട് വേർപിരിയും, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഓക്കെ, മിസ് കുറച്ച് പൊക്കുന്നുണ്ട്, എന്നാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. റെഡി? ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലത്തെ ആ ക്രോസ് ഒന്ന് ചെയ്ത് നോക്കണേ മക്കളെ, എന്താ സംഭവിക്കുന്നതെന്ന്. ഈ ക്യാപിറ്റൽ ടിയും ഇതിൻ്റെ ക്യാപിറ്റൽ ടിയും കൂടി ചേർന്നു. ക്യാപിറ്റൽ ടിയും എന്താണ്? എന്തായാലും ടോളാണ് അല്ലേ? ഇതെന്തായാലും ടോളാണ്. ഇനി ഇതും ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും രണ്ട് ഡിഫറെൻ്റ് അലീലുകൾ വരുന്ന സമയത്ത് എന്താ ചെയ്യുക? ഒന്നാണ് പുറത്തേക്ക് പ്രകടമാവുക. നമുക്കറിയാം ടോളും ഡ്വാഫും ഒരുമിച്ച് വന്നാൽ ടോളാണ് പുറത്തേക്ക് കാണുക. അപ്പോൾ ഇതും എന്താണ്? ടോളാണ്. റെഡി? ഇനി അടുത്ത ആളെടുത്തോ. ഇതും ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഇത് വീണ്ടും ടോളാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ മെൻ്റലിന് ഇപ്പോൾ 1000 ചെടി കിട്ടിയാൽ 750 ചെടികളും വേണ്ട 3% എന്താണ്? ടോളാണ്. ഇനി ഇതും ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ ഡ്വാഫ്. അപ്പോൾ മെൻ്റലിന് സമാധാനമായി. രണ്ടാം തലമുറയിലെങ്കിലും എന്ത് കിട്ടി? ഡ്വാഫ് എന്ന് പറയുന്ന ക്യാരക്ടർ പുറത്തേക്ക് വന്നു. അപ്പോൾ 1000 വിത്തിട്ടപ്പം എന്ത് കിട്ടി? 750 ചെടികളും ടോളായിരുന്നു, 250 ചെടികൾ ഡ്വാഫായിരുന്നു. ആ ഒരു റേഷ്യോ ആണ് നമ്മളുടെ 3:1. 3:1. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇതേ നിങ്ങളോട് എക്സാമിന് ചോദിക്കുള്ളൂ. ഇതെന്താണെന്ന് എഴുതാൻ പറയും, ഇവിടെ കിട്ടിയത് എന്താണെന്ന് പറയും, ഇവിടെ കിട്ടിയത് എന്താണെന്ന് പറയും. ഇതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഒന്നാം തലമുറയിൽ കാണാതെ ഇത് രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഒറ്റ ഉത്തരമേ ഉള്ളൂ.
ഗ്യാമേറ്റുകൾ അല്ലെങ്കിൽ ലിംഗകോശങ്ങൾ ഉണ്ടാകുമ്പോൾ അലീലുകൾ സ്വതന്ത്രമായി വേർപിരിഞ്ഞു. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണോ നിൽക്കുന്നത്? അല്ല. ക്യാപിറ്റൽ ടി വേറെയായി, സ്മോൾ ടി വേറെയായി. ഇവിടെയും ക്യാപിറ്റൽ ടി വേറെയായി, സ്മോൾ ടി വേറെയായി. അങ്ങനെ വേർപിരിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഇതും കൂടെ കമ്പൈൻ ചെയ്യാൻ പറ്റി. അപ്പോൾ അലീലുകൾ പരസ്പരം കൂടിക്കലരാതെ വേർപിരിഞ്ഞു ഡ്യൂറിങ് ഗാമേറ്റ് ഫോർമേഷൻ. സെഗ്രിഗേഷൻ ഓഫ് അലീൽസ് വിത്തൗട്ട് മിക്സിംഗ് വിത്ത് ഈച്ച് അതർ. അതാണ് ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രകടമാകാൻ കാരണം. ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇതും ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ് കേട്ടോ. ലിംഗകോശങ്ങൾ രൂപപ്പെടുമ്പോൾ അല്ലീലുകൾ പരസ്പരം കൂടിക്കലരാതെ വേർപിരിയുന്നതാണ് ഒന്നാം തലമുറയിൽ പ്രകടമാകാത്ത ഗുണം രണ്ടാം തലമുറയിൽ പ്രത്യക്ഷപ്പെടാൻ കാരണം. അപ്പോൾ രണ്ടാം തലമുറയിൽ നമ്മുടെ മെൻഡലിന് എങ്ങനെയാണ് കിട്ടിയത്? 3 ആൾക്കാർ ടോളും 1 ഡ്വാഫും. അതിൽ തന്നെ എങ്ങനെയാണ് ഇത്? ക്യാപിറ്റൽ ടി ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി സ്മോൾ ടി. ക്ലിയർ ആയോ മക്കളെ നമ്മുടെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ്?